ഹായ് ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നിമിഷം നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. സ്കൂൾ വിട്ടായിരുന്ന കുട്ടികൾക്ക് നമുക്ക് വൈകുന്നേരം ചായയുടെ പോയില്ലെങ്കിൽ കുട്ടിയുടെ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാൻ നല്ല രസമുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞൊടിയിടയിൽ നമ്മുടെ അടുക്കളയിലുള്ള സാധനം വെച്ചിട്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കട്ട പിടിക്കാതെ നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അരപ്പിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. ഇനി 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂണ് ജീരകം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ അധികം നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് കടലമാവ് എടുക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക. ഇനിയിപ്പോൾ 1 കപ്പ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് ജീരകവും ആവശ്യത്തിലുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതുപോലെ ബ്രെഡാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടറിൽ എടുക്കുക. ഇല്ലാത്തവർ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കാം കേട്ടോ ബ്രെഡിന്. അപ്പോൾ അതിൻ്റെ ആ സെൻറ്ററിൽ വരുന്ന ആ പോർഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഇത് വേസ്റ്റ് ചെയ്യാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ ഒരു സർക്കിൾ രൂപത്തിൽ നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കെച്ചപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിസ്സ സോസ് വേണമെങ്കിൽ പിസ്സ സോസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കെച്ചപ്പ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ബ്രെഡിലേക്ക് നമുക്ക് ഗ്രീൻ ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ ചട്നീൻ്റെ റെസിപ്പി എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ ഗ്രീൻ ചട്നീൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ രണ്ടിലേക്കും സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വേവിച്ച മുട്ടൻ്റെ പകുതി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് എന്താ പറയുക അതൊന്ന് സ്റ്റിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ കൈ കൊണ്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിതാ നമ്മുടെ നേരത്തെ കലക്കി വെച്ച ഈ മാവുണ്ടല്ലോ, മിക്സാക്കി വെച്ച ആ മാവിലോട്ട് ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഗ്രീൻ ചട്നീൻ്റെ ഒരു എരിവും ആ ഒരു ടേസ്റ്റും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുക്കാം. അങ്ങനെ ഞാനിത് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ മൊത്തത്തിലായി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനത് പാനിൽ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലിട്ട് ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഒരു വശമായി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ്ഗ് പക്കോര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അതും കൂടാതെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ സൈഡ് പോർഷന് കളയാതെ വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് പോർഷനൊന്നും കളയാതെ വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ 2 പീസ് ബ്രെഡ് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മറ്റേ ബ്രെഡിലേക്ക് നമ്മൾ നേരത്തെ സ്പ്രെഡ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഗ്രീൻ ചട്നി
സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ ചട്നി നല്ല ടേസ്റ്റാണ്. ഇതിന് ടേസ്റ്റ് തരുന്നത് നമ്മുടെ ഈ ഗ്രീൻ ചട്നിയാണ് കേട്ടോ. ആ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എഗ്ഗാണ്. എഗ്ഗ് നമ്മൾ നേരത്തെ അതിലേക്ക് ഒരെണ്ണമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 എഗ്ഗ് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് സൈഡ് വശം ഒന്ന് ഒട്ടി കിട്ടിക്കോളും. ഇനിയിപ്പോൾ അത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല അടിപൊളിയാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ടെന്ന് കണ്ടില്ലേ? ആഹാ, എന്തൊരു മുഞ്ചാലേ! കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയ്ക്കും മുഞ്ചാണ് കേട്ടോ. കാണാനും മാത്രമല്ല കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലേക്കൊക്കെ പെട്ടെന്ന് വിരുന്നുകാർ വരുമല്ലോ, വൈകുന്നേരത്തൊക്കെ നമ്മളറിയാതെ പെട്ടെന്ന് കയറി വിരുന്നുകാർക്കൊക്കെ ഇതുപോലെ വൈകുന്നേരത്തെ സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പി ഞാൻ എൻ്റെ ചാനൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടുനോക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.